പിന്നെ അവൾ ഇപ്പം പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളന്ന് ആ പ്രശ്നത്തിന്മേൽ അലമ്പുണ്ടാക്കിയപ്പോൾ ഇപ്പം പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവൾ ഈ 4 വീക്സിൻ്റെ ഒരു പേപ്പർ അയച്ചു. അപ്പോൾ പറഞ്ഞു നീ പലതും കാണിക്കും, പല ഉടായ്പകളും കാണിക്കും, നീ ഫ്രോഡാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിതൊന്നും കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ ഞാൻ ഒഴിവാക്കി. കാരണം ഓൾറെഡി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടിട്ട് ഇവളെ ഒഴിവാക്കി. കുട്ടി റസൂൽ പൂക്കുട്ടിയുടെ ഫാമിലിയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ അയാളും സജനയും ചേർന്നാണ് എന്നെ അറ്റാക്ക് ചെയ്യണേ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോകളിലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ ഇതിനകത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ അയാളുടെ അവസ്ഥ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾ ഉണ്ടാവാതിരിക്കും, നിങ്ങളല്ലേ അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു അയാളുടെ കുടുംബത്തിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്, ഏകദേശം 1 മാസമായിട്ട് അയാൾ വിളിക്കുന്നില്ല. അത്രത്തോളം ഞാൻ വിശ്വസിക്കുന്നില്ല, അയാൾ അത് പറയുമ്പോഴും അങ്ങനെ വിളിക്കുന്നില്ല. എല്ലാം അവൾ തന്നെ ചെയ്യുന്നതാണ്, അവൾ അയാളെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അവളിപ്പോൾ പ്രഗ്നൻ്റ് അല്ല എന്നൊക്കെ അയാൾ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ എനിക്കറിയുന്ന കഥയൊന്നും അല്ല അത്. കാരണം ഇപ്പോൾ അവളുടെ ലൈഫിൽ എന്താ ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. പിന്നെ ഈ പ്രഗ്നൻസികളൊക്കെ അയാളുടേതായിരുന്നു എന്നും സംശയമാണ് അയാൾ എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രൊട്ടക്ഷന് വലിയ താല്പര്യമില്ലാത്ത, അതായത് പ്രൊട്ടക്ഷനോട് തീരെയും താല്പര്യമില്ലാത്ത സജനത്തയ്ക്ക് 7ഓളം പ്രൊട്ടക്ഷനുകൾ, ഘടാഘടിയന്മാരായിട്ടുള്ള 7ഓളം പഹയന്മാരാണ്. ഈ ഒരു പ്രൊട്ടക്ഷന്റെ 4-1 പ്രൊട്ടക്ഷൻ ആ ഒരു താജ് വിവാദത്തെ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും അധികം നാണക്കേടുണ്ടാവത്തില്ലായിരുന്നു. റസൂൽ പൂക്കുട്ടിക്കയുടെ അവസ്ഥയെ മറിച്ചല്ല, റസൂൽ പൂക്കുട്ടിക്ക് പോലീസ് ഓഫീസർമാരടക്കമുള്ള വലിയ പ്രൊട്ടക്ഷനാണ് എവിടെ പോയാലും. എന്നാൽ താജ് വിവാദയിൽ വെച്ച് ആ ഒരു പഹയൻ എടുക്കാതെ പോയ ആ ഒരു 30 റുപ്യന്റെ പൊട്ടഷൻ കാരണം നാറാണക്കല്ല് താണ്ടുന്ന ഒരു ഓസ്കാർ ജേതാവായി പൂക്കുട്ടിക്ക് മാറുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? വളരെ വിശദമായി പരിശോധിക്കാം. നമുക്കറിയാം, നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ ഒരു പ്രമുഖ താരം തന്നെയാണ്, ഒരു നടി തന്നെയാണ് നമ്മുടെ സജനത്ത. സജനത്തെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേര് എതിർത്തിട്ടുണ്ടെങ്കിലും നിരവധി ആളുകൾ സജനത്തെ നെഞ്ചിലേറ്റിയ നിരവധി ആളുകൾ അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, അതായത് ഒരു കുഞ്ഞിക്കാല്, സജനത്തയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവുക, ആ ഒരു കുഞ്ഞിക്കാല് കാണുക, സജനത്തെ വീണ്ടും ഒരു അമ്മയായി കാണുക, ആ ഒരു പ്രസവ വ്ലോഗൊക്കെ കാണുന്ന ആ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അത്തരത്തിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതേ കനത്ത തിരിച്ചടി സജനത്ത 3ാമതും അബോഷനായിരിക്കുന്നു. ഇനി ആരും കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? മാത്രമല്ല, റസൂൽ പൂക്കുട്ടിക്ക എന്നേക്കുമായി ഈ ഒരു ബന്ധം വേർപെടുത്തിയിരിക്കുന്നു, മൊഴി ചൊല്ലിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ താരങ്ങളായ ബിഗ് ബോസ് താരം കൂടിയായ ദിയാസനയുടെ വീട്ടിൽ റെയ്ഡ് നടന്നിരിക്കുന്നു. പൊട്ടിക്കരയുന്ന ദിയാസനയാണ് കാണാൻ സാധിച്ചത്. എന്താണ് ദിയാസനയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണുക. പൊതുസമൂഹം വെല്ലുവിളിച്ചതിന്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്ന്. ആ റെയ്ഡിൽ ക്ലിയർ ചീട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വ്യാജനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ക്ലിയർ ചീട്ട് എന്നെ ഉൾപ്പെടെ പരിശോധിച്ച് ക്ലിയർ ചീട്ട് നൽകി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വേറെ റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തതും. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നമുണ്ട്. നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പിന്മാറാതെ, പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥ. അതായത് പ്രമുഖ ബിഗ് ബോസ് താരമായ ദിയാസന അടക്കമുള്ള 8ഓളം ബിഗ് ബോസ് അല്ലെങ്കിൽ സീരിയൽ താരങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടന്നിരിക്കുന്നു. ദിയാസന തന്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു. അതായത് 8ഓളം താരങ്ങളുടെ പേരിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സജനത്ത് കൊടുത്ത പരാതി അവർ സ്വീകരിച്ചു. 8ഓളം വീടുകളിൽ, 8ഓളം ഫ്ളാറ്റുകളിൽ റെയ്ഡ് നടത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടെടുക്കാൻ സാധിച്ചില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. കനത്ത തിരിച്ചടി തന്നെയാണ് സജനത്തയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സജനത്തയുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഫെബ്രുവരിയിൽ ഇവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ആയിട്ട്. അവരുടെ പ്രഗ്നൻസി കിറ്റാണ് അത് കാണിച്ചിരുന്നത്. അന്നും ഇതേപോലെ റസൂൽ പൂക്കുട്ടിയുടേതാണെന്ന് പറഞ്ഞാണ് അവരത് ചെയ്തത്. എന്നിട്ട് ഇയാളുടെ മുഖമൊന്നും കാണിക്കാതെ ഉള്ളൊരു സംഭവമൊക്കെ വെച്ചിട്ടായിട്ടിരുന്നത്. ആ സ്ക്രീൻഷോട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് അവർ അത് അബോർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്.
അതെന്താണ് കഥയെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഏപ്രിലാണ് ഇവരുടെ എന്താ പറയുന്നത് രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ കഥ അറിയുന്നത്. പക്ഷെ അവർ ഇവിടുന്ന് അബോർഷൻ ആയിട്ടാണ് പോയതെന്നാണ് പിന്നീട് ഈ അവരുടെ സുഹൃത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അത് അവളുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അത് അബോർഷൻ ആയി എന്ന് പറഞ്ഞു. അതായത് നിരവധി ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സജനത്തെ എവിടെ, സജനത്തെ എന്താ കാണാത്ത, അപ്ഡേറ്റുകളൊന്നും തരാത്ത. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് 6 മാസത്തിനുള്ളിൽ 3ഓളം അബോർഷൻ. ആ 3ഓളം അബോർഷൻ നടത്തിയ ഒരു പെൺകുട്ടിക്ക് അല്പസ്വല്പം റെസ്റ്റ് വേണ്ടേ? ഓളിത്തിരി റെസ്റ്റ് എടുക്കുന്നത് നമുക്ക് എന്താണ് തെറ്റു പറയാൻ പറ്റുക? ഓളിത്തിരി റെസ്റ്റ് എടുക്കട്ടെ, നല്ല ക്ഷീണമുണ്ട് നോക്ക്. റസൂൽ പൂക്കുറ്റി കുറച്ച് ദിവസം മുമ്പ് വിളിച്ച സമയത്ത് ഇതുപോലെ അയാൾ ആ ഒരു പ്രശ്നം ഉണ്ടാക്കണില്ല, എന്നെ അയാൾ ദ്രോഹിക്കുന്നില്ല, ഇതെല്ലാം അവൾ തന്നെ ചെയ്യുന്നതാണ്, അവൾ അയാളെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അവളിപ്പോൾ പ്രഗ്നൻ്റ് അല്ല എന്നൊക്കെ അയാൾ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ എനിക്കറിയുന്ന കഥയൊന്നും അല്ല അത്. കാരണം ഇപ്പോൾ അവളുടെ ലൈഫിൽ എന്താ ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. പിന്നെ ഈ പ്രഗ്നൻസികളൊക്കെ അയാളുടേതായിരുന്നു എന്നും സംശയമെന്ന് അയാൾ എന്നാ പറയുന്നേ? ഇത് നമുക്കറിയുന്ന കഥയല്ലല്ലോ, ഇത് അയാൾ പറയുന്ന കഥയല്ലേ. പിന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ റെക്കോർഡിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എനിക്കത് പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ച ഒരു വിഷയമാണ്. അത് അയാളുടെ ഒരു എന്താ പറയാ കൺസെന്റിൽ അത്ര ഇതിൽ സംസാരിച്ചതാണത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. അതായത് പൂർണ്ണമായും ഈ ഗർഭങ്ങളൊക്കെ റസൂലിക്ക നിഷേധിച്ചിരിക്കുകയാണ്. ഈ ഒരു ഗർഭത്തിനും, അതായത് 3ഓളം ഗർഭങ്ങൾ, ആദ്യത്തെ ഗർഭം അലസിപ്പോകുന്നു, രണ്ടാമത് വീണ്ടും ഗർഭിണിയാവുന്നു, അത് അലസിപ്പോകുന്നു, അവസാനം ഏറ്റവും ഒടുവിൽ 3ആമത് ഗർഭിണിയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഗർഭിണിയായി നടിക്കുന്നു. ആ 3 ഗർഭത്തിനും റസൂൽക്കയ്ക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് പറയുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു ഗർഭം ഉണ്ടായപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അലസിപ്പോകുന്നു, രണ്ടാമത് പിന്നീടും അത് അലസുന്നു. അതിനുശേഷം പൂക്കുറ്റിക്കയുമായൊരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നില്ല. സ്വാഭാവികമായിട്ടും പൂക്കുറ്റിക്ക സംശയിക്കുന്നത് അത് മറ്റാരുടെയെങ്കിലും ഗർഭം തൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു പ്ലാനിങ് ആണെന്നാണ് സംശയിക്കുന്നത്. അത്തരത്തിൽ വീണ്ടും ഗർഭമുണ്ടെന്ന് പറഞ്ഞ് ബോംബെയിൽ പോയി എൻ്റെ കുട്ടിയുടെ ബാപ്പയാവണമെന്നും പറഞ്ഞ് റസൂൽക്കയെ ഫോഴ്സ് ചെയ്ത് ഒരു വാപ്പയാക്കാൻ ശ്രമിച്ചു എന്നാണ് ഓൻ ആരോപിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക സജനത്തയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഓളുടെ ഒരു മാനസികാവസ്ഥ ആരും ചെറുതായി കാണല്. ഏറെ മാനസികമായി തളർന്ന ഒരവസ്ഥയിലായിരിക്കും. ഓളുടെ ആഗ്രഹം എന്തായിരുന്നു? ഓൾ എന്തായിരുന്നു ആഗ്രഹിച്ചത്? ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എൻ്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. നോക്കുക, ഏക ഉണ്ടായിരുന്ന പിടിവള്ളി, തൻ്റെ അവസാന പിടിവള്ളിയായിരുന്ന ആ ഒരു കുട്ടി, അതായത് ഇക്ക ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ഓനെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഒരു വലിയ ഓസ്കാർ ജേതാവാക്കുമെന്ന ഒരു ദൃഢപ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോയ ആ സജനത്തയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി വീണ്ടും അബോർഷനിലേക്ക് പോയി. അതായത് തനിക്ക് ആകെ ഉണ്ടായിരുന്ന ആ ഒരു പിടിവള്ളിയും കൂടെ നശിച്ചു. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഈ റസൂൽ പൂക്കുറ്റിയുടെ ഫാമിലിയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ അയാളും സജനയും ചേർന്നാണ് എന്നെ അറ്റാക്ക് ചെയ്യണേ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോകളിലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ ഇതിനകത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ അയാളുടെ അവസ്ഥ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾ ഉണ്ടാവാതിരിക്കും, നിങ്ങളല്ലേ അവളെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു അയാളുടെ കുടുംബത്തിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്, ഏകദേശം 1 മാസമായിട്ട് അയാൾ വിളിക്കുന്നില്ല. അത്രത്തോളം ഞാൻ വിശ്വസിക്കുന്നില്ല, അയാൾ അത് പറയുമ്പോഴും അങ്ങനെ വിളിക്കുന്നില്ല. പിന്നെ ഞാൻ ദിയനെ ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നിന്നിട്ടില്ല. പിന്നെ ഞാൻ ആർക്കെതിരെയും കേസ് കൊടുത്തിട്ടില്ല. അപ്പം ഇവർ ചെയ്തിരിക്കുന്ന ഫ്രോഡ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റസൂൽ പൂക്കുറ്റിയുടെ പേരും ചേർത്തൊക്കെ കൊണ്ടുപോയി പരാതി കൊടുത്തു. റസൂൽ പൂക്കുറ്റി അറിയാതെ തന്നെ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ചെയ്ത് കളഞ്ഞു. ഇവർക്ക് എന്തോ മാനസികമായിട്ട് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് സജനയ്ക്ക്, ശരിക്കും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അയാളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. അയാളോട് ആദ്യം ചോദിച്ചു ഇത്രേ, ഈ പ്രശ്നം വന്ന സമയത്ത് അയാളുടെ റെസ്പോണ്ട് ആയിട്ടുള്ള ഒരു വീഡിയോ വേണം, അത് അവർക്ക് പബ്ലിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ അതിനൊന്നും നിന്നൊന്നുമില്ലായിരുന്നു. അയാൾ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചാൽ വെച്ചിരിക്കുന്നത്, ആത്മഹത്യ ചെയ്ത് കളയും പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് വെച്ചാൽ ഞാൻ കാരണം ഒരാൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് എനിക്ക് ബാധിക്കും, ഞാൻ നല്ല രീതിയിൽ ടെൻസ്ഡാണ്, അതിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അയാൾ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്ത് കുടുക്കി. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വിഷയങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവില്ല ആളുകൾക്ക്, എത്രയോ റെക്കോർഡ്സുകളൊക്കെ പബ്ലിക്കായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് അയാൾ വന്ന് സംസാരിക്കുമ്പോൾ അയാൾ എന്നെ ഹാം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിപ്പിക്കാനാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനതിന് എടുത്തു. പിന്നെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് അവരന്വേഷിക്കട്ടെ. റസൂൽ പൂക്കുറ്റിക്കെതിരെ ഞാനൊരു കേസും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ സജനയ്ക്കെതിരെയും എനിക്ക് വന്ന ത്രെട്ടൺ കോൾസിനെതിരെയും ഈ പറഞ്ഞ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡിക്ക്
എനിക്കെതിരെയൊക്കെയാണ് ഞാൻ കേസ് മുഖാന്തരം മൂവ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു സ്ഥലത്തും പോയിട്ട് ഞാൻ ഇപ്പം ഇയാളെയൊന്നും എനിക്ക് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇയാൾ എപ്പോഴും ഈ പറഞ്ഞ മാതിരി ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇയാളുടെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചൂഴ്ന്നെടുക്കുകയും ഇയാൾക്കെതിരെയുള്ള ഒരുപാട് പ്രൂഫുകളും മറ്റൊക്കെ ആളുകൾ പലരും നമുക്ക് അയച്ചു തരികയും നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മൾ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായത്. പക്ഷേ സജന ലിറ്ററലി ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ റസൂൽ പൂക്കുട്ടിയെ മാത്രമല്ല, ഇപ്പം എനിക്ക് ഒന്ന് രണ്ടുപേര് അല്ലാതെ എൻ്റെ അടുത്ത് വേറെ സംസാരിക്കുന്നുണ്ട്. സജന ചീറ്റ് ചെയ്ത ആളുകൾ തന്നെ അവർ സജനയുടെ അക്കൗണ്ടിൽ അയച്ചു കൊടുത്ത പൈസയുടെ കണക്കുൾപ്പെടെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഈ സ്ത്രീ ഇതായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു. അയ്യോ, നമുക്കൊരു പറ്റിപ്പോയ ഒരു വലിയ തെറ്റാണേ മോനെ, നമുക്ക് പറ്റിപ്പോയ വലിയ തെറ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ നിങ്ങൾ ആരെങ്കിലും വന്ന് ചോദിച്ചാലും ഞാൻ ഓടി ചെല്ലും. എൻ്റെ ഒരു സ്വഭാവം അതായിപ്പോയി. ഞാൻ ഒരാളെ സഹായിക്കാൻ പോയത് കൊണ്ടിട്ടാണല്ലോ എനിക്കിതൊക്കെ കിട്ടണത്. ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. അതായത് ഈ ഒരു യുദ്ധത്തിൽ ഏറ്റവും ഒടുവിൽ റസൂലിക്ക വിജയിയാവുന്നു. അതായത് ഈ ഒരു പ്രഗ്നൻസിയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ, ഈ ഒരു കുട്ടി ജനിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വലിയ ചോദ്യചിഹ്നമായി ഒരു പക്ഷേ പ്രമുഖ ഓസ്കാർ ജേതാവിന്റെ ജീവിതം മാറുമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. റസൂലിക്കയുടെ കോർട്ടിലാണ് ബോൾ ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അവൾ ഇപ്പൊ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് നമ്മളന്ന് ആ പ്രശ്നത്തിന്മേൽ അലമ്പുണ്ടാക്കിയപ്പോൾ ഇപ്പൊ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവള് ഈ 4 വീക്സിന്റെ ഒരു പേപ്പർ അയച്ചു. അപ്പൊ പറഞ്ഞു, നീ പലതും കാണിക്കും, പല ഉടായ്പകളും കാണിക്കും, നീ ഫ്രോഡാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിതൊന്നും കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ ഞാൻ ഒഴിവാക്കി. കാരണം ഓൾറെഡി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടിട്ട് ഇവളെ ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഇവൾ 9 വീക്സ് പ്രഗ്നൻസി ഇടുന്നത്. അന്നേ ഒഴിവാക്കിയിട്ട് 1 മാസത്തിന് ശേഷമാണ് 9 വീക്ക് പ്രഗ്നൻസി ഇടുന്നത്. അപ്പം നമുക്ക് തോന്നി അന്ന് അയച്ച കാര്യം സത്യമായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പം ഞാൻ അറിയാൻ സാധിച്ചത് അവർ പ്രഗ്നന്റ് അല്ലാന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ വലിയൊരു അപ്ഡേറ്റിന് വേണ്ടി ഇനി ആരും കാത്തിരിക്കേണ്ട. ദിയാസന ഓളുടെ നിരപരാധിത്വം തെളിയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇനി നമ്മുടെ സജനത്താത്തയാണ്. സജനത്താത്ത MDMA യൂസ് ചെയ്തോ എന്നുള്ള ചെക്കപ്പിന്റെ റിസൾട്ട് ഇതുവരെ നമ്മൾ കണ്ടില്ല. പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഹതഭാഗ്യരായിട്ടുള്ള ആളുകൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. നിക്കാഹില്ലെന്ന് മാത്രമല്ല, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യാതൊരു യോഗവും നിങ്ങൾക്കാർക്കും ഏറെ ദുഃഖകരമായ അവസ്ഥ. എല്ലാം കൊണ്ടും കനത്ത തിരിച്ചടി തന്നെ ഈ ഒരു യുദ്ധത്തിൽ സജനത്തയ്ക്ക് നേരിട്ടിരിക്കുന്നു. ഇതുപോലൊരവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇനി കാണുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്താം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. എന്റെ സ്നേഹമാണ് സജന നീ.